Angular displacement can be expressed in degrees or radians or revolutions. Angular displacement ഒരു ആംഗിൾ ആണ്. അപ്പോൾ അത് കാരണം നമുക്കത് ഡിഗ്രി എന്ന് പറയുന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ആംഗിളിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള റേഡിയനിൽ എക്സ്പ്രസ് ചെയ്യാം. പിന്നെ റെവല്യൂഷൻ വെച്ചും അത് പറയാറുണ്ട്. One revolution corresponds to 360 degree. ഇപ്പോൾ one revolution എന്ന് പറഞ്ഞാൽ അതൊരു full circle ആവുകയാണ്. Full circular motion ആവുമ്പോഴാണ് one revolution എന്ന് പറയുന്നത്. അപ്പോൾ one revolutionന്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 degree അല്ലെങ്കിൽ റേഡിയനിൽ പറയുകയാണെങ്കിൽ 2 pi radian. പൈ എന്ന് പറയുന്നത് 180 degree ആണ്. 1 pi is equal to 180 degree. അപ്പോൾ 360 ഡിഗ്രി അല്ലെങ്കിൽ 2 പൈ റേഡിയൻ വരുമ്പോഴാണ് 1 റെവല്യൂഷൻ ആവുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് കണക്കാക്കാം. അതായത് 1 റേഡിയൻ നമുക്ക് SI യൂണിറ്റ് ആയിട്ടുള്ള റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 360 ബൈ പൈ, അതായത് 57.3 ഡിഗ്രി ആണ്. അതാണ് 1 റേഡിയൻ ഡിഗ്രി കൺവേർഷൻ. അല്ലെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി 1 പൈ ഈസ് ഈക്വൽ ടു, അതായത് പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷനോ ഓർത്ത് വയ്ക്കുക. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ 2 പൈ റേഡിയൻ. Okay. Next, linear velocity. The distance traveled by a body moving along a circular path in unit time is called its linear velocity. അതായത് നേരത്തെ നമ്മൾ സാധാരണ വെലോസിറ്റി കണ്ട പോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, അതായത് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം, അതിനെയാണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുക. സിമ്പിള് അവിടുത്തെ അതേ സിമ്പിള് തന്നെയാണ്, അതായത് സ്മോൾ ലെറ്റർ വി. സ്മോൾ ലെറ്റർ വി ആണ് നമ്മൾ ലീനിയർ വെലോസിറ്റിക്കും യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. ലെറ്റ് വി ബി ദ ലീനിയർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് എസ് ബി ദ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം ടി സെക്കൻഡ്സ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ലീനിയർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെയാണ് നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് എസ് എന്നാണ് പറയുക. അതായത് നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു ഫിഗറിൽ എ തൊട്ട് ബി വരെയുള്ള ദൂരത്തിനെയാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതായത് എസ് ബൈ ടി, അതായത് ആർക്ക് ലെങ്ത് ബൈ ടൈം, അതിനെയാണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഈ പറയുന്ന റൊട്ടേഷണൽ മോഷനിലെ രണ്ട് വെലോസിറ്റി ഉണ്ട്. ഒന്ന് ലീനിയർ വെലോസിറ്റിയും രണ്ട് ആംഗുലാർ വെലോസിറ്റിയും. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ആർക്ക് ലെങ്ത് ബൈ ടൈം ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം, അതിനെയാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുക. ഗ്രീക്ക് ലെറ്റർ ഒമേഗ വെച്ചാണ് അത് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഒരു സ്മോൾ ലെറ്റർ W എഴുതുന്നത് പോലെയാണ് ഈ ഒമേഗ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ. ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ. യൂണിറ്റ് എന്ന് പറയുന്നത് റാഡ് പെർ സെക്കൻഡ്. കാരണം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം എന്നാണ് ഫോർമുല. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അത് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ RAD, റാഡ് വരെയാണ് എഴുതുക ആംഗിളിന്റെ യൂണിറ്റ്. പിന്നെ ടൈമിന്റെ യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡ്. അപ്പോൾ റാഡ് പെർ സെക്കൻഡ് എന്നാണ് ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ്. അതിന്റെ ഫോർമുല ഒമേഗ ബൈ ടി. ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം.
ഇവിടെ കണ്ട ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് ഫിഗറിൽ പറയുകയാണെങ്കിൽ, അതായത് ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് വന്നു. അപ്പൊ ആ ആർക്കിന്റെ ലെങ്തിനെയാണ് എസ് എന്ന് പറയുന്നത്. എസ് ബൈ ടി ആണെങ്കിൽ അത് ലീനിയർ വെലോസിറ്റി. ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു ദൂരം ഈ സെന്ററിൽ, ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റ ബൈ ടൈമിനെ പറയുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, അപ്പോൾ ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടിയും വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടിയും രണ്ടും സർക്കുലാർ മോഷനിൽ വരുന്ന വെലോസിറ്റികളാണ്. ഒന്ന് ലീനിയർ വെലോസിറ്റി, മറ്റൊന്ന് ആംഗുലാർ വെലോസിറ്റി. നെക്സ്റ്റ് ലീനിയർ ആക്സിലറേഷൻ. ഈ വെലോസിറ്റി പറഞ്ഞ പോലെ തന്നെ ആക്സിലറേഷനും രണ്ട് ടൈപ്പ് വരും സർക്കുലാർ മോഷനിൽ. ലീനിയർ ആക്സിലറേഷനും വരും, ആംഗുലാർ ആക്സിലറേഷനും വരും. ലീനിയർ ആക്സിലറേഷനെ സ്മോൾ ലെറ്റർ എ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലീനിയർ ആക്സിലറേഷൻ is the rate of change of linear velocity of a body moving along a circular path, or it is the change in linear velocity of a body in unit time. അതായത് നമ്മൾ നേരത്തെ കണ്ട അതേ ആക്സിലറേഷന്റെ ഡെഫിനിഷൻ ആണ്, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ അതായത് ഇവിടുത്തെ ചേഞ്ച് ഇൻ ലീനിയർ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ വെലോസിറ്റി v1ൽ നിന്ന് v2ലേക്ക് t സമയം എടുത്ത് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ലീനിയർ ആക്സിലറേഷന്റെ ഫോർമുല v2 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷന്റെ യൂണിറ്റ് ആൽഫയാണ്. ലീനിയർ ആക്സിലറേഷൻ വെറും സ്മോൾ ലെറ്റർ എ, ആംഗുലാർ ആക്സിലറേഷൻ ആണെങ്കിൽ ആൽഫ. ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. അതായത് ആംഗുലാർ വെലോസിറ്റിയിൽ വരുന്ന റേറ്റിന്റെ ചേഞ്ച്. Rate of change of angular velocity. If the angular velocity of a body changes from omega 1 to omega 2 in t seconds, angular acceleration alpha is given by omega 2 minus omega 1 by t. അതായത് നേരത്തെ നമ്മൾ ലീനിയർ വെലോസിറ്റി വെച്ച് പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെ ആംഗുലാർ വെലോസിറ്റി വെച്ച് എഴുതുകയാണെങ്കിൽ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് എഴുതുകയാണെങ്കിൽ അത് ആംഗുലാർ ആക്സിലറേഷന്റെ ഡെഫിനിഷനായി. ഫോർമുല എഴുതുമ്പോൾ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടൈം. ആംഗുലാർ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ഈസ് ദ relation between linear velocity and angular velocity. അതായത് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. Consider a particle moving along the circumference of a circle of radius r with a linear velocity v. When the body moves from A to B in time t seconds and covers a distance s, the angular displacement theta is given by. അതായത് ഒരു പാർട്ടിക്കിള് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ മൂവ് ചെയ്യാണ്. ആ സർക്കിളിന്റെ റേഡിയസ് r ആണ്, ലീനിയർ വെലോസിറ്റി v ആണ്. അങ്ങനെയെങ്കിൽ എ ബോഡി മൂവ്സ് ഫ്രം എ ടു ബി ഇൻ ടൈം ടി സെക്കൻഡ്സ്. ടി സെക്കൻഡ്സ് കൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണ്. The angular displacement theta is given by. അതായത് നേരത്തെ തന്ന ഫിഗർ തന്നെയാണ് ഇവിടെയും, ഈ സെയിം ഫിഗർ.
അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു, എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, സർക്കിളിന്റെ റേഡിയസ് r ആണ്, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണ്. അതേ സെയിം ഫിഗർ തന്നെയാണ് ഇതും ഇവിടെയും വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഫിഗർ വരയ്ക്കണം, ആ സെയിം ഫിഗർ വരയ്ക്കണം. തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ, ആർക്ക് ബൈ റേഡിയസ്, നമ്മൾ അവിടെ എഴുതിയ ഇക്വേഷൻ ആണിത്. അപ്പോൾ എസ് ഈക്വൽ ടു ആർ തീറ്റ, മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, തീറ്റ ഇൻറ്റു ആർ എന്ന് വരും, ആർ തീറ്റ. The linear velocity of the particle is given by, പാർട്ടിക്കിളിന്റെ linear velocity equal to s by t, ഇതും നമ്മൾ എഴുതിയ ഫോർമുലയാണ്, s by t. അതിൽ എസിന് പകരം ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ തീറ്റ ബൈ ടി എന്ന് എഴുതാം. സിൻസ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി, നമ്മൾ കണ്ട ഫോർമുലയാണ്, ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ ബൈ ടി ആണ്. അപ്പം അതുകൊണ്ട് ഈ ഇക്വേഷനിൽ തീറ്റ ബൈ ടിക്ക് പകരം ഒമേഗ കൊടുക്കുക. അപ്പോൾ ആർ ഒമേഗ എന്ന് വരും. അതായത് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, അതാണ് ഇവിടുത്തെ ഇക്വേഷൻ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി വി ആണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ആയിട്ടുള്ള ഒമേഗയുടെ കൂടെ ആ സർക്കിളിന്റെ റേഡിയസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, റേഡിയസ് ആണല്ലോ ഈ സ്മോൾ ലെറ്റർ ആർ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കുലാർ മോഷന്റെ ലീനിയർ വെലോസിറ്റി കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു ഫോർമുല ആക്സിലറേഷനും ഉണ്ട്. അതായത് ലീനിയർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അതാണ് ഈ ഫോർമുല, എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ. ലീനിയർ ആക്സിലറേഷൻ ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ആ റിലേഷൻ ആണ് നെക്സ്റ്റ് സെക്ഷനിൽ പ്രൂവ് ചെയ്യേണ്ടത്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. Consider a particle moving along the circumference of a circle of radius r. If the linear velocity of the body changes from v1 to v2 in t seconds, linear acceleration is equal to, നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുലയാണ്, അതായത് change in velocity by time. If the angular velocity of the body changes from omega 1 to omega 2 during the time t seconds, then from the relation between linear velocity and angular velocity, അതായത് ഒമേഗ 1ൽ നിന്ന് ഒമേഗ 2 ആണ് ടി സമയം എടുത്ത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈ ഇക്വേഷനിലെ, ആദ്യം ഈ ഇക്വേഷൻ എഴുതാം, ഈ ഇക്വേഷനിലെ v1നും v2നും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് എഴുതാം. കാരണം ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് തൊട്ട് മുന്നത്തെ റിലേഷൻ, അതായത് v ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ നമുക്ക് എഴുതാം v1 ഇസ് ഈക്വൽ ടു ആർ ഒമേഗ 1. സർക്കിളിന്റെ റേഡിയസ് എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് റേഡിയസിന് 1 എഴുതേണ്ട കാര്യമില്ല. v2 ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ 2. ഈ രണ്ട് ഇക്വേഷൻസും നേരത്തെ തന്ന ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് v1ൻ്റെയും v2ൻ്റെയും വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിൽ നിന്ന് r കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. r ഇൻറ്റു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി എന്ന് എഴുതാം. അതിനുശേഷം ഈ ഒമേഗ 2 മൈനസ് ഒമേഗ 1 ടി ബൈ ടി എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷന്റെ ഫോർമുലയാണ്. അതിന് പകരം ആൽഫ എന്ന് കൊടുക്കാം. അതായത് ഇത്രയും ഭാഗത്തിന് പകരം ആൽഫ എന്ന് കൊടുക്കാം. അപ്പൊ എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. അതായത് ലീനിയർ ആക്സിലറേഷൻ
കിട്ടണമെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ്റെ കൂടെ റേഡിയസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. The relation between various linear quantities and angular quantities can be summarized in the table 2.1. ഇപ്പോൾ നമ്മൾ കണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഇവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ബേസിക് ഇക്വേഷൻ. ലീനിയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ആംഗുലാർ ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ലീനിയർ ആക്സിലറേഷൻ ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. വെലോസിറ്റി ആണെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് പകരം നമുക്ക് വെലോസിറ്റി എന്ന് കൊടുത്താൽ അതിൻ്റെ ഫോർമുല കിട്ടും, ആക്സിലറേഷൻ എന്ന് കൊടുത്താൽ അതിൻ്റെ ഫോർമുല കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഫോർമുല കിട്ടും. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് സാധാരണ പറയാറില്ല. സാധാരണ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് എസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് പറയുന്ന ഫോർമുല. പിന്നെ നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അതായത് ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്? ലീനിയർ വെലോസിറ്റി ആണെന്നാണ്. ആ ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ആക്സിലറേഷൻ്റെ കേസിലും നമുക്ക് അങ്ങനെ എഴുതാം. വെറും ആക്സിലറേഷൻ, അതായത് ലീനിയർ ആക്സിലറേഷൻ ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ അങ്ങനെ എഴുതാം. അപ്പോൾ അങ്ങനെ 3 ഇക്വേഷൻസ് ഈ സെക്ഷനിൽ ബൈഹാർട്ട് ചെയ്യാനായിട്ടുണ്ട്. സർക്കുലാർ മോഷനിലും വരുന്ന കുറച്ച് ടേമുകളുടെ റിലേഷനാണ്. അപ്പോൾ സർക്കുലാർ മോഷൻ ആണെങ്കിലും അവിടെ ലീനിയർ വെലോസിറ്റിയും ലീനിയർ ആക്സിലറേഷനും എന്ന് പറയുന്ന ടേമുകളൊക്കെ ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ സർക്കുലാർ മോഷനിലെ 6 ക്വാണ്ടിറ്റികളാണ് നമുക്ക് സാധാരണ പറയുന്നത്. ഒന്ന് സാധാരണ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അതിന് പുറമെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ.